നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള സുന്നി നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾക്ക് വലിയ പിന്തുണയും സ്വീകാര്യതയുമാണ് രാഷ്ട്രീയ കേരളത്തിൽ ലഭിച്ചത്. മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരുമെല്ലാം അടങ്ങുന്ന ഒരു വലിയ വിഭാഗം കാന്തപുരത്തെ ഏറ്റെടുത്ത് ആഘോഷമാക്കി മാറ്റി. ഒരു മതപണ്ഡിതനും സാമുദായിക നേതാവുമൊക്കെയായ ഒരാൾ കേരളീയ പൊതുമണ്ഡലത്തിൽ ഒരു ഹീറോയിക് പരിവേഷത്തിലേക്കെത്തുന്ന അപൂർവ കാഴ്ച. കാന്തപുരത്തിൻ്റെ ഈ ഇടപെടലിനെ കേരളത്തെ കൊണ്ട് ഈ വിധം സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? മലയാളിയായ ഒരു പെൺകുട്ടി തൊഴിലിനായി വിദേശ രാജ്യത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു കൊലപാതക കേസിൽപ്പെട്ട് ജയിലിലാകുന്നു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. അതോടെ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി അവരുടെ കുടുംബത്തിനൊപ്പം ഈ നാട്ടിലെ പല സംവിധാനങ്ങളും ശ്രമിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ബന്ധങ്ങളുള്ള ഒരാളെന്ന നിലയിൽ കാന്തപുരവും ഒരു ഇടപെടൽ നടത്തി. അതിന് ഫലവും ലഭിച്ചു. അത്രമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. നമ്മുടെ അയൽപ്പക്കത്തോ നാട്ടിലോ ഒരു പ്രശ്നം വന്നാൽ മുൻ പിൻ നോക്കാതെ പ്രശ്നപരിഹാരത്തിനായി ഇറങ്ങിച്ചെല്ലുന്ന ഒരു ശരാശരി മലയാളിയുടെ രീതി, അല്ലെങ്കിൽ മലയാളി കൂട്ടായ്മകളുടെയോ സംഘടനകളുടെയോ ഒക്കെ രീതിയിൽ കാന്തപുരവും പ്രവർത്തിച്ചു. ഇത്തരം അനുഭവങ്ങൾ ഒരു തരത്തിലും നമ്മുടെ നാടിന് ഒരു പുതുമയേ അല്ല. എന്നിട്ടും ഒരു മുസ്ലിം മതപണ്ഡിതൻ മറ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന നിലയിൽ കൂടി കേരളത്തിനിത് ആഘോഷിക്കേണ്ടി വരുന്നത് ഒരു രാഷ്ട്രീയ മറുപടിയാണ്. മതം നോക്കിയല്ല, മനുഷ്യൻ എന്ന നിലയിലുള്ള ഇടപെടലാണിത് എന്ന കാന്തപുരത്തിൻ്റെ വാക്കുകളെ രാഷ്ട്രീയ കേരളം നെഞ്ചിലേറ്റുന്നത് ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി കൂടിയാണ്. നാം പിന്നിടുന്ന ഈ മണിക്കൂറുകളിൽ മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ദ റിയൽ കേരള സ്റ്റോറി എന്നതായിരിക്കും. എന്തുകൊണ്ടാണത്? 32,000 ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയ നാടിൻ്റെ കഥയാണ് കേരളമെന്ന വൺലൈനിൽ നുണപ്രചരണത്തിലൂടെ ഈ നാടിനെ ഭീകരതയുടെ വിളനിലമായി ചിത്രീകരിച്ചവരുണ്ട്. ഇടത് തീവ്രവാദികളും ജിഹാദികളും ഇവിടെ തഴച്ചു വളരുകയാണെന്നും ഇവിടുത്തെ സർക്കാരുകൾ അവരെ പാലൂട്ടി വളർത്തുകയാണെന്നുമുള്ള ഉത്തരേന്ത്യൻ വിദ്വേഷ ലബോറട്ടറികളുടെ വിഷപ്രചരണങ്ങൾ കേരളത്തെ ലക്ഷ്യം വെച്ച് ഒരു രാഷ്ട്രീയ പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ചിട്ട് കാലങ്ങളായി. പതിറ്റാണ്ടുകൾ ശ്രമിച്ചിട്ടും വർഗീയ ശക്തികൾക്ക് മേൽക്കൈ നേടാനാവാത്ത മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിവേരുകൾ ആഴ്ന്നിറങ്ങിയ കേരളീയ സാമൂഹികതയിൽ ഭിന്നിപ്പിൻ്റെ ശ്രമങ്ങൾ നടത്തി സമുദായങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നുഴഞ്ഞു കയറുന്ന കാലമാണിത്. ന്യൂനപക്ഷങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള സുവർണാവസര രാഷ്ട്രീയ പദ്ധതികൾ ചെറിയ തോതിലെങ്കിലും ഫലം കണ്ടു തുടങ്ങുന്ന കാലം. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ വിഭജനങ്ങൾക്കും വിവേചന ശ്രമങ്ങൾക്കും അപ്പുറം മാനവികത പ്രകാശിക്കുന്ന നിമിഷങ്ങളാണ് നമുക്കിത്. വെറുപ്പിൻ്റെ പ്രചാരകർക്ക് മുന്നിൽ മറ്റാർക്കും സാധിക്കാത്ത സാഹോദര്യത്തിൻ്റെ വിജയഗാഥകളെ നാം കൊണ്ടാടുകയാണ്. കേരളത്തെ ലക്ഷ്യം വെച്ചുള്ള എല്ലാ ശ്രമങ്ങളെയും വാളയാർ അതിർത്തിക്ക് പുറത്തു നിർത്തുന്ന സാഹോദര്യ കേരളത്തിൻ്റെ ഉൾത്തുടിപ്പുകൾ ഈ ഘട്ടത്തിൽ ഉച്ചത്തിൽ ഉയരുകയാണ്. വിദ്വേഷക്കാർക്കും ഒറ്റുകാർക്കും മുമ്പിൽ ഞെളിഞ്ഞു നിന്ന് ഇത് കേരള സാർ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സാർ, ഇത് ഞങ്ങളുടെ ശീലമാണ് സാർ എന്ന് സെക്യുലർ കേരളത്തിന് വീമ്പ് പറയേണ്ടി വരികയാണ്. സൗദി ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയേണ്ടി വന്ന റഹീമിനെ മോചിപ്പിക്കാൻ കോടികൾ വേണമെന്നറിഞ്ഞപ്പോൾ ഇരുട്ട് വെളുക്കും മുമ്പേ ആ അക്കൗണ്ടിൽ ആവശ്യത്തിലേറെ പണം നിറച്ച ലോക മലയാളികൾ റഹീമിൻ്റെ മതം തിരഞ്ഞു പോയിട്ടില്ല. റഹീമിൻ്റെ ദിയാദനത്തിന് ശേഷം ബാക്കി വന്ന 11 കോടി രൂപ നിമിഷപ്രിയയുടെ മോചനത്തിന് നൽകാമെന്ന് റഹീം ആക്ഷൻ കമ്മിറ്റിയെ കൊണ്ട് ആരും ആവശ്യപ്പെടാതെ തന്നെ പറയിക്കുന്ന പ്രവൃത്തിയുടെ പേര് കൂടിയാണ് കേരളം. ശിരൂർ കുന്നിൽ മണ്ണിടിഞ്ഞ് ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച തൻ്റെ പ്രിയപ്പെട്ടവൻ അർജുനുമായിട്ടല്ലാതെ മടങ്ങില്ലെന്ന മനാഫിൻ്റെ തീരുമാനത്തിനൊപ്പം ഗംഗാവലിയുടെ തീരത്ത് മഴയത്ത് കൂട്ടുനിന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറിയ ക്ഷേത്രങ്ങളും പള്ളികളും കവളപ്പാറ ദുരന്ത സമയത്ത് മോർച്ചറിയായി മാറിയ പോത്തുകല്ല് ജുമാ മസ്ജിദുമെല്ലാം കേരളം എന്താണെന്ന് ഒരു തലമുറയെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്പൈനൽ മസ്കുലാർ അട്രോഫി അടക്കമുള്ള രോഗങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്കായി കോടികൾ പണം വേണ്ടിവരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മണിക്കൂർ കൊണ്ട് സഹായം ഒഴുകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പേര് പോലും ആരും ചോദിക്കാറില്ല. അടുത്തുള്ള പള്ളികളിൽ നിന്ന് വിളക്കി വന്നാൽ മാത്രം ഉത്സവം ആരംഭിക്കുന്ന അസംഖ്യം ക്ഷേത്രങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. ക്ഷേത്രങ്ങളിൽ ഇഫ്താർ വിരുന്ന് നടക്കുന്ന നാട്. പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളും അടക്കം എല്ലാ ആഘോഷങ്ങളും സർവരുടേതുമാകുന്ന നാട്. മതേതരത്വം എന്ന വാക്കിൻ്റെ മേമ്പൊടി ഇല്ലാതെ തന്നെ സർവ്വസാധാരണമെന്നോണം നമ്മുടെ പൊതുജീവിതത്തിൻ്റെ സകല അടരുകളിലും ഒരു വിഭാഗീയതയുമില്ലാതെ ചേർന്ന് നിന്ന് ജീവിച്ച് ശീലിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് ഒരു മതിലിനപ്പുറം ഇപ്പുറം പള്ളിയും അമ്പലവും എന്നത് വാർത്തയാകുന്ന കാലത്തിലേക്ക് വെറുപ്പിൻ്റെ വ്യാപാരികൾ നമ്മെ കൊണ്ടെത്തിച്ചതാണ്. മനുഷ്യജീവിതം പ്രതിസന്ധിയിലാകുന്ന അപകട മുനമ്പുകളിൽ മനുഷ്യർ സർവ്വവും മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന സാഹോദര്യ കേരളത്തിൻ്റെ പൊതുകാഴ്ചകൾ ഇതുപോലെ വൈറലാകാത്ത വാർത്തയാകാത്ത കാലത്തിലേക്ക് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം.